ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഇന്നലെ നടന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ബെൻഫിക്ക 4-0 എന്ന നിലയിൽ പരാജയപ്പെടുത്തി. ബെൻഫിക്കയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് അക്തുർ ഗോഗുലു ആണ്. 13-ാം മിനിറ്റിൽ ആദ്യമായിട്ടൊരു ഗോൾ നേടുന്നത്. പിന്നെ രണ്ടാം ഗോൾ വെക്കുന്നത് ഏഞ്ചൽ ഡിമരിയയുടെ ഒരു പെനാൽറ്റി ഗോളിലൂടെയാണ് ബെൻഫിക്ക രണ്ടാമത്തെ ഗോൾ നേടുന്നത്. ബെൻഫിക്കയ്ക്ക് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടുന്നത് ബാ അലക്സാണ്ടർ ആണ്. 4-ാം ഗോൾ നേടുന്നത് കോക്കു ആണ് ഒരു 84-ാം മിനിറ്റിൽ. അങ്ങനെ 2 പെനാൽറ്റിയും 2 അതിമനോഹര ഗോളുകളുമാണ് ഇന്നലെ ബെൻഫിക്ക അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അടിച്ചത്. സിമിയോണിയുടെ കീഴിൽ അത്ലറ്റിക്കോ മാഡ്രിഡോ ഇന്നലെ ഒരു വലിയൊരു പ്രതീക്ഷയോടാണ് ഇന്നലെ ഒരു ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് ഇറങ്ങിയത്. പക്ഷെ അവർക്ക് ഫലം നിരാശയായിരുന്നു. 4-0 എന്ന വലിയൊരു തോൽവി ബെൻഫിക്ക ടീമിന്റെ അടുത്ത് നിന്നും അത്ലറ്റിക്കോക്ക് നേരിടേണ്ടി വന്നു. ബെൻഫിക്കയുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു മത്സരം. അത് ശരിക്കും ബെൻഫിക്കയ്ക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ ഒരു കളിയുടെ ആദ്യം മുതൽ അവസാനം വരെ ബെൻഫിക്കയുടെ മുന്നേറ്റം തന്നെയാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ അവിടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും നല്ലപോലെ ബെൻഫിക്കയ്ക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ബെൻഫിക്ക ഇത്രയും ശക്തമായിട്ട് കളി മുന്നോട്ട് കൊണ്ടുപോയതും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ 2 ടീമിലുമായിട്ട്, അതായത് അത്ലറ്റിക്കോ മാഡ്രിഡിലും ബെൻഫിക്കയിലുമായിട്ട് ഇന്നലെ കളിച്ചത് 4 അർജന്റീനിയൻ സൂപ്പർ താരങ്ങളായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡില് അത് റോഡ്രിഗോ ഡീപോളും ജൂലിയൻ അൽവാറസുമായിരുന്നെങ്കിൽ ഇപ്പോഴും ബെൻഫിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒറ്റമെന്റിയും ഏഞ്ചൽ ഡിമരിയയുമായിരുന്നു. ഈ 4 കളിക്കാരായിരുന്നു ഇന്നലെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കയും അത്ലറ്റിക്കോ 2 ടീമിലുമായിട്ട് ഉണ്ടായിരുന്നത്. 4ഉം അർജന്റീനയുടെ ടോപ്പ് സ്റ്റാർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏറ്റവും മികച്ച കളിക്കാരിലെ 4 പേരായിരുന്നു ഇവർ. 13-ാം മിനിറ്റിലാണ് ആദ്യമായിട്ട് ബെൻഫിക്ക ഒരു ഗോൾ ലീഡ് നേടുന്നത് അക്തുർ ഗോഗുലിലൂടെ. രണ്ടാമത്തെ ഗോൾ നേടുന്നത് ഏഞ്ചൽ ഡിമരിയ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് 2-ാം ഗോൾ നേടുന്നത്. മൂന്നാമത്തെ ഗോൾ നേടുന്നത് ബാഹ് അലക്സാണ്ടർ ആണ്. 4-ാം ഗോൾ നേടുന്നത് കോക്കു ആണ് 84-ാം മിനിറ്റിൽ വീണ്ടും ഒരു പെനാൽറ്റി കിക്കിലൂടെ. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.